എന്തിനും ഏതിനും അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കുക എന്നത് മലയാളികളുടെ പതിവാണ്. അതുതന്നെയാണ് ഓണത്തിന് പോലും പൂക്കൾക്കായി അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നത്. തമിഴ്നാട്ടിലും കർണാടകത്തിലുമുള്ള പൂപ്പാടങ്ങളിൽ പൂക്കൾ വിരിയുമ്പോഴാണ് ഓണത്തിന്റെ വരവറിയുന്നത്. പൂക്കുടകളുമായി നാടൻ പൂക്കൾ തേടി തൊടിയിൽ കറങ്ങുന്ന കുട്ടിക്കാലം ഇന്ന് പലർക്കും ഓർമ്മ മാത്രം. എന്നാൽ അയൽ സംസ്ഥാനങ്ങളിൽ വിരിയുന്ന പൂക്കൾ നമ്മുടെ മലയോരത്തും സമൃദ്ധിയായി വളരും എന്ന് തെളിയിച്ചിരിക്കുകയാണ് വിളക്കോടുള്ള ഗ്ലോബൽ ഇന്ത്യ പബ്ലിക് സ്കൂൾ അധികൃതർ. സ്കൂൾ പരിസരത്ത് ഒരേക്കറോളം വരുന്ന സ്ഥലത്താണ് ചെണ്ടുമല്ലി കൃഷി ചെയ്തത്. 3 മാസം മുൻപ് സ്കൂൾ അധികൃതർ ഗുണ്ടിൽപേട്ടിൽ നിന്നും വിത്ത് കൊണ്ടുവന്നാണ് കൃഷി ആരംഭിച്ചത്. അധ്യാപകരും വിദ്യാർത്ഥികളുമാണ് കൃഷിയെ പരിപാലിച്ചത്. ജൈവ രാസവളങ്ങളാണ് ഉപയോഗിക്കുന്നത്. മുഴക്കുന്ന് കൃഷിഭവന്റെ പ്രോത്സാഹനവും ഈ പൂകൃഷിക്ക് ലഭിച്ചു. ഇപ്പോൾ കിലോയ്ക്ക് 100 രൂപ എന്ന ക്രമത്തിൽ പൂക്കൾ മാർക്കറ്റിൽ വിൽപ്പന നടത്തിവരികയാണ്. സ്കൂൾ മുറ്റത്ത് പൂക്കളമിടുവാനും ഈ പൂക്കൾ ധാരാളം. വരും വർഷങ്ങളിൽ കൂടുതൽ പ്രദേശങ്ങളിൽ പൂകൃഷി വ്യാപിപ്പിക്കുമെന്നാണ് പ്രിൻസിപ്പൽ ഷാജി ആലുങ്കൽ പറയുന്നത്. ഈ തോട്ടം തുടങ്ങിയിട്ട് ഇന്നേക്ക് ഇപ്പൊ 90 ദിവസം തികയുന്നു. മാനേജ്മെന്റിന്റെ ഒരു സ്പെഷ്യൽ ഇനീഷ്യേറ്റീവാണ് ഈ തോട്ടം തുടങ്ങുവാനുള്ള പ്രത്യേക കാരണം. മുഴക്കുന്ന് കൃഷിഭവൻ ഇതിന് വളരെ നല്ല സപ്പോർട്ട് ഞങ്ങൾക്ക് നൽകി. വിദ്യാർത്ഥികളുടെ സാന്നിധ്യത്തിൽ തീർച്ചയായിട്ടും കുട്ടികൾ മാത്രമല്ല ഇതിനകത്ത് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിന് തടമെടുക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾ പുറത്തുനിന്ന് ലേബേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൂടാതെ ഇതിന്റെ ഇടയ്ക്കുള്ള കളകളൊക്കെ പറിക്കുവാൻ വേണ്ടി ഞങ്ങൾ വിദ്യാർത്ഥികളുടെ സഹായമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എക്കോ ക്ലബ്ബ് ഇവിടെയുണ്ട്. സ്കൂളിലെ എക്കോ ക്ലബ്ബിലെ മെമ്പേഴ്സാണ് നമുക്ക് ഈ വർഷത്തെ പൂക്കൾ പുറത്തു പോയെന്ന് വാങ്ങാതെ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ എന്തുകൊണ്ട് സാധിക്കില്ല എന്നുള്ള ചോദ്യം അവരുടെ ഇടയ്ക്ക് നിന്ന് ഉയർന്നു വന്നതാണ്. അപ്പോൾ അതിന് ഒരു ഇനീഷ്യേറ്റീവ് എന്ന നിലയ്ക്ക് റഷീദ് സാറും ഖാദർ സാറും അവർ രണ്ടുപേരും കൂടെ ഗുണ്ടൽപേട്ട് പോയി അവിടെ നിന്നാണ് ഈ തൈകളൊക്കെ ഇവിടെ എത്തിച്ചത്. ഇത് വിജയിക്കുമെന്നൊരു വലിയ പ്രതീക്ഷ ഞങ്ങൾക്ക് ആദ്യം ഇല്ലായിരുന്നു. കാരണം ഇതിനെക്കുറിച്ച് ശരിക്കുള്ളൊരു അറിവ് ഞങ്ങൾക്കില്ലായിരുന്നു. അപ്പൊ അവരിൽ നിന്ന് ശേഖരിച്ച് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ വീഡിയോ റെക്കോർഡ് ചെയ്ത് കൊണ്ടുവന്ന് അത് പ്രകാരം മാക്സിമം ചെയ്തിട്ടുണ്ട്. കാലാവസ്ഥ നല്ല രീതിയിൽ തന്നെ കാലാവസ്ഥയുടെ ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളും തേൻനുകരാനെത്തുന്ന പൂമ്പാറ്റകളും പാറി നടക്കുന്ന തുമ്പികളും മനസ്സിന് കുളിർമ പകരുന്ന കാഴ്ചയാണ് ഇപ്പോൾ സ്കൂൾ അങ്കണം. പൂപ്പാടം കാണണമെങ്കിൽ കർണാടകത്തിലോ തമിഴ്നാട്ടിലോ പോകേണ്ട സ്ഥിതിയാണ് മലയാളികൾക്ക്. എന്നാൽ ഇന്ന് വിളക്കോടുള്ള ഗ്ലോബൽ ഇന്ത്യ പബ്ലിക് സ്കൂൾ മുറ്റത്തും പൂപ്പാടമാണ്. വിളക്കോട് നിന്നും സജേഷ് നാമത്തിന്റെ ദൃശ്യങ്ങൾക്കൊപ്പം ഉന്മേഷ്, ഹൈവിഷൻ ന്യൂസ്.